ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഞാനിന്ന് അടിപൊളി മുട്ടക്കറിയാണ് ചെയ്യാൻ പോണത്. ഇത് അപ്പം, ഇടിയപ്പം, ചപ്പാത്തി, ദോശ, ചോറിൻ്റെ കൂടെയും നന്നായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു റെസിപ്പിയാണ് ഞാനിവിടെ ചെയ്യാൻ പോണത്. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഞാൻ ചട്ടിയിലാണ് ചെയ്യാൻ പോണത്. ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ആദ്യം 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഈ എടുത്തു വച്ചിരിക്കുന്ന ഗരം മസാല ഐറ്റംസ് ഒക്കെ ഇട്ട് കൊടുക്കുക. അതായത് പെരിഞ്ജീരകം, 2 ഏലക്ക, 3 ഗ്രാമ്പ്, കുറച്ച് തക്കോലം, ജാതിപത്രി, 2 പട്ട, ഇതെല്ലാം കൂടെ നമുക്ക് ഈ എണ്ണയിലിട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ചെറിയ പീസ് ഇഞ്ചി ചതച്ചതും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതിലേക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 വലിയ ഉള്ളി അതും ഇട്ട് കൊടുത്ത് പിന്നെ ഒരു 4 പച്ചമുളകും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിങ്ങനെ ഗോൾഡൻ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നാൽ മതി. നമുക്കിപ്പോൾ ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 3 തക്കാളി കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ വേണമെങ്കിൽ തക്കാളിയും ഉള്ളിയും നമുക്ക് അരച്ച് പേസ്റ്റായിട്ടും ആഡ് ചെയ്യാം, ചെട്ടിനാട് സ്റ്റൈലിൽ. അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ ആയിരിക്കും കേട്ടോ. ഇപ്പോൾ ചിലർക്ക് കഷ്ണങ്ങളൊന്നും വെളിയിൽ കാണാൻ ഇഷ്ടം കാണില്ല അല്ലേ. ഉള്ളി, മുളക്, തക്കാളി ഇതെല്ലാം പുറത്ത് കാണാൻ ഇഷ്ടമായിരിക്കില്ല. ഗ്രേവി അങ്ങ് തിക്കായിട്ട് അങ്ങ് വേണമെന്ന് തോന്നും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഇപ്പോൾ തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് വരാൻ വേണ്ടി നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതുവരെ മുമ്പിൽ ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല, ഇപ്പോഴാണ് ഉപ്പ് ഇട്ട് കൊടുക്കുന്നത്. ഉപ്പും കൂടെ ചേരുമ്പോൾ ഇതെല്ലാം പെട്ടെന്ന് മയങ്ങി കിട്ടും. നമുക്ക് ഇതിലേക്കിപ്പോൾ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 4 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത് ടീസ്പൂൺ ആയത് കാരണമാണ് ഞാൻ 3 ടീസ്പൂൺ എടുക്കാൻ പറഞ്ഞത്. അല്ലെങ്കിൽ നമ്മൾ കഞ്ഞി കുടിക്കാറൊക്കെ ഉപയോഗിക്കാറില്ലേ സ്പൂൺ, അതൊക്കെ ആണെങ്കിൽ 2 ടീസ്പൂൺ മല്ലിപ്പൊടി മതിയാവും. എൻ്റെ പച്ചമുളക് ഇവിടെ 4 എടുത്തിട്ടുള്ളത് നല്ല എരിവുള്ളതാണ് കേട്ടോ. അത് കാരണം ഞാനിപ്പോൾ ഇതിൽ റെഡ് ചില്ലി ഒന്നും ആഡ് ചെയ്യണില്ല. നിങ്ങൾക്ക് റെഡ് ചില്ലി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ 2 പച്ചമുളക് ഇട്ടിട്ട് മറ്റേത് ആഡ് ചെയ്തോളൂ. അതിനനുസരിച്ച് നമുക്ക് ചെറുതായിട്ടൊന്ന് അടച്ചിട്ട് വേവിക്കാം. അതേ സമയത്ത് നമുക്ക് തേങ്ങ അരച്ച് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 പിടി തേങ്ങയും കുറച്ച് കറിവേപ്പിലയും ഒരു സ്പൂൺ പെപ്പർ കൂടെ ഇട്ട്, ഇതിന് പെപ്പർ മസ്റ്റാണ് കേട്ടോ, പെപ്പറിൻ്റെ ആ ഒരു എരിവ് വേണം. പെപ്പറും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് അരയ്ക്കുക. നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. അതേസമയം നമുക്ക് ഈ ഉള്ളിയും തക്കാളിയും എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ സമയം നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ പേസ്റ്റ് അതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർക്കുമ്പോൾ തിളപ്പിച്ചാറിയ വെള്ളമോ അല്ലെങ്കിൽ നല്ല തിളച്ച വെള്ളമോ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ കറിക്ക് അല്പം സ്വാദും കൂടും, പെട്ടെന്ന് വെന്തും കിട്ടും. നമ്മളിത് നന്നായിട്ട് വഴറ്റിയില്ലേ, ഉള്ളിയും തക്കാളിയൊക്കെ നന്നായി വഴറ്റിയ കാരണം പിന്നെ അതിൽ പച്ചവെള്ളം ആഡ് ചെയ്യണത് അത്ര നല്ലതല്ല. നമുക്കിപ്പോൾ ഇതിലേക്ക് വേവിച്ച് തോടിളക്കി വെച്ചിരിക്കുന്ന മുട്ട ഇട്ട് കൊടുക്കാം. അതായത് ഇത് കണക്കില്ല, നിങ്ങളുടെ വീട്ടിൽ എത്ര ആൾക്കാരുണ്ടോ അവർക്ക് എത്ര ആവശ്യമുണ്ടോ അതനുസരിച്ച് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാവുന്നതാണ്, ഗ്രേവിക്കനുസരിച്ച്. ഇത് നമുക്ക് അടച്ചിട്ട് വേവിക്കാം. ഒരു തിള വരുന്നത് വരെ കുക്ക് ചെയ്താൽ മതിയാവും. പിന്നെ വേണമെങ്കിൽ കുറച്ച് കറിവേപ്പിലല്ലോ മല്ലിയിലയും കൂടെ കുറച്ചിട്ട് ഗാർണിഷ് ചെയ്യാം.
ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ മല്ലിയിലൊക്കെ തീർന്നു പോയി. പക്ഷേ അത് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ അത്രയ്ക്ക് സ്പൈസി ഐറ്റംസ് എല്ലാം ചേർത്തിട്ടുണ്ട്. നല്ല മണമായിരിക്കും. അപ്പത്തിനും ചപ്പാത്തിക്കൊക്കെ ഇത് അടിപൊളിയായിരിക്കും കേട്ടോ. എനിക്കിന്നിവിടെ അപ്പമാണ്, അത് കാരണമാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന ഓരോ വീഡിയോവും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. എൻ്റെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി സെർവ് ചെയ്യേണ്ടതാണ്. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായി അടുത്ത് കാണും വരെ ബൈ ഫോർ നൗ.